ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് മീഷോന്ന് ഞാൻ 2-3 സാരി മേടിച്ചിട്ട് ഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീഷോന്ന് നമ്മൾ സാരി അങ്ങനെ എന്ത് മേടിക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള ഐറ്റംസ് ആണ് കൂടുതൽ അതിൽ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു 200, 300, 400 ആ റേഞ്ചിലുള്ള സാരികളാണ്. ഇപ്പോൾ സാരി അറിയുമ്പോൾ തന്നെ ഒരു 5 മീറ്ററൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 5 മീറ്റർ എന്തായാലും ഉണ്ടാവും. അതാണല്ലോ സാരി. അത്രയും മീറ്റർ നമുക്ക് മെറ്റീരിയൽ കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ സാരി എടുത്തിട്ട് ഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഡ്രസ് മെറ്റീരിയലൊക്കെ ഭയങ്കര പ്രൈസിയാണ്. പിന്നെ ഓർഗൻസൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് ഉണ്ടായില്ല. ആ ടൈമിലൊക്കെയാണ് ഞാൻ ഈ മെറ്റീരിയൽ സാരി മേടിച്ച് ഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്തത്. ഓർഗൻസയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോംബോ സാരീസ് ആയിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ 2 സാരീസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഡ്രസ്സാക്കി ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ എടുത്തിട്ട് പറയുന്നത് മീഷോന്ന് ഇങ്ങനെ സാരി എടുത്താൽ തന്നെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ കടയിലൊക്കെ പോയാൽ ഇതിലേറെ പ്രൈസ് ആകും. അങ്ങനെയാണ് ഞാൻ മീഷോന്ന് സാരി എടുത്ത് സ്റ്റിച്ച് ചെയ്തത്. നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക, മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, പിന്നെ അതിക്ക് ഷാള്, പിന്നെ അതിക്ക് പാൻറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ ചിലവാകും. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും റെഡിമെയ്ഡ് എടുത്താൽ പോലും, പക്ഷെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചിലതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വരും. അങ്ങനെ ഞാൻ മീഷോയിൽ എനിക്ക് സാരി ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്യും. എന്നിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയലൊക്കെ കൊള്ളാം, കുഴപ്പമില്ലാന്ന് തോന്നിയാൽ പിന്നെ അമ്മച്ചിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാൽ. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഡ്രസ്സാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. പിന്നെ വേറെ പലതൊക്കെ കിടന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാരി മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് 2 ഡ്രസ്സുകൾ ഇന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രസ്സ് കാണാം. ഇതവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു സാരിയാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേടിച്ചിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു മെറ്റീരിയലാണ്. ഓർഗൻസ മെറ്റീരിയലിൽ നല്ലൊരു പ്രിൻ്റൊക്കെ വരുന്ന ഒരു സാരി ആയിരുന്നു അത്. അപ്പോൾ എന്തായാലും ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു എനിക്കതൊരു അനാർക്കലി ആയിട്ട് അമ്പർല കട്ടിൽ അടിച്ചു തരണമെന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അമ്മ തന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ. ഞാൻ ആ ഓർഗൻസ മെറ്റീരിയൽ സാരി കൊണ്ട് അടിച്ച ഡ്രസ്സ് കയ്യിൽ കിട്ടിയപ്പോൾ സെയിം അതേ ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഡ്രസ്സും കൂടി അടിച്ചപ്പോൾ കിടിലനായി. ഞാനിത് ഇങ്ങനെ കാണിച്ചെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഇത് ഈ മെറ്റീരിയലും ഈ ഒരു പ്രിൻ്റൊക്കെ വന്നിട്ട് എങ്ങനെ ഈ അനാർക്കലി രസമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. സോ ഞാൻ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്തിൽ കാണണമെങ്കിൽ ഇതവിടെ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ കാണാൻ പറ്റട്ടോ. ഞാൻ ഇതൊരു ലാവൻഡർ കളറാണ്. അപ്പോൾ ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിക്കാണ്ടുള്ള ഒരു ഗ്രേപ്പ് വൈൻ കളറ് ഞാൻ ഷാൾ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഈ ഒരു ലാവൻഡർ കളറിൽ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ ലേസ് കൊടുത്തിട്ടുള്ളത്, മറ്റേ സൈഡ് വെറുതെ ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ പാൻറ് ഞാൻ ലെഗിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആംഗിൾ ലെങ്ത്തിലുള്ള ലെഗിൻസ് പാൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ മീഷോന്ന് സാരി എടുത്ത് സ്റ്റിച്ച് ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ സാരി നമ്മൾ ഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അതിൽ ഓർഗൻസ സാരി പർച്ചേസ് ചെയ്തിട്ട് അതിൽ നമ്മൾ അനാർക്കലി ആക്കിയിട്ട് സ്റ്റിച്ച് ആക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് ലെഗിൻസും പിന്നെ ഷാളും പുറത്തുനിന്ന് വേറെ എടുത്തു. അങ്ങനെ ഇനി രണ്ടാമത്തെ ഞാനൊരു കോംബോ സാരിയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 സാരി വരുന്നുണ്ട്. ഒന്നൊരു പിങ്ക് കളർ, പിങ്ക് അല്ല ഒരു കുത്തുന്ന റോസ് കളറാണ്. പിന്നെ ഒന്നൊരു ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ പറയാം. അങ്ങനെ ആ 2 കളറിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രസ്സ് കേട് വന്നിട്ടോ. ഇനി ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതും ഇതുപോലെ ഒരു അനാർക്കലി ആക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണാം. സോ അതാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂവിൽ കാണാൻ ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം. പിന്നെ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. ഇത് കോംബോ സാരി ആയിട്ട് മേടിച്ചതാണ്. ഇതിന് രണ്ടാമത്തെ സാരിയിൽ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡ്രസ്സ് ഞാൻ 2-3 വട്ടം ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കളർ മുക്കിയാൽ എങ്ങനെ ഉണ്ടാവും. ഇതിന് അതിൻ്റെ കളർ ഒരു കുത്തുന്ന റോസ് കളറായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കളർ മുക്കി കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് കളർ മുക്കി. പക്ഷേ കളർ ശരിക്കും പിടിച്ചില്ല. പലയിടത്തും കളറായി, ചിലയിടത്തും ആയില്ല. അങ്ങനെ ആ ഡ്രസ്സ് കേടന്ന് പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കാത്തത്. അതൊരു പ്ലെയിൻ സാരിയാണ്. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഷാളും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ബോർഡർ ആയിട്ട് ഇതാ ഈ ഒരു ലേസാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയൊരു വീതിയുള്ളൊരു ലേസാണ് കേട്ടത്. പിന്നെ പാൻറ്റ് മാത്രം ഞാൻ ആംഗിൾ ലെങ്ത്തിലുള്ള ലെഗിൻസ് മേടിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. സെയിം കളർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇതേ കളറിലുള്ള ഒരു പാൻറ്റ് ആംഗിൾ ലെങ്ത്ത് ലെഗിൻസ് ഞാൻ മേടിച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ചിലവൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത് തരും. അതുകൊണ്ട് ആ ഒരു ചിലവില്ല. അപ്പോൾ ഇതിൻ്റെ സാരിൻ്റെ റേറ്റ് എത്ര? 200, 300 അങ്ങനെ എന്താണെന്ന് തോന്നുന്നത്. ഞാനിനി സൈഡിൽ മീഷോൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ 2 ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ അതുപോലെ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഇതുപോലെയുള്ള ബ്യൂട്ടി പിന്നെ ഫാഷൻ ലൈഫ് സ്റ്റൈൽ കണ്ടൻസ് ഒക്കെ താല്പര്യമുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.